എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വില്വമംഗലം സ്വാമിയാർ രചിച്ച ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ സംസ്കൃതം ശ്ലോകങ്ങളും അതിൻ്റെ പരിഭാഷയും ആണല്ലോ. പൂന്താനം നമ്പൂതിരിയും ഇതുപോലെ ശ്രീകൃഷ്ണ കർണാമൃതം ശ്ലോകങ്ങൾ രചിച്ചിട്ടുണ്ട്. നമുക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ വില്വമംഗലം സ്വാമിയാരുടെ ശ്ലോകവും പൂന്താനത്തിൻ്റെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ ശ്ലോകവും നോക്കാം എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ. അപ്പോൾ പൂന്താനത്തിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ആമുഖമായിട്ട് പറയാം എന്ന് വിചാരിച്ചു. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, എന്നാലും ഒന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നതാണ് നല്ലത് എന്ന് തോന്നുന്നു. അപ്പോൾ പൂന്താനം ജനിച്ചത് ഇവിടെ വള്ളുവനാട്ടിലാണ്, മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നിന്ന് 8 കിലോമീറ്റർ വടക്കോട്ട് മാറി കീഴാറ്റൂർ എന്നൊരു സ്ഥലമുണ്ട്. അവിടെയാണ് പൂന്താനം ഇല്ലം ഉള്ളത്. പൂങ്കാവനം ആണ് പിന്നീട് പൂന്താനം എന്നായത് എന്നും പറയുന്നുണ്ട്. ഇപ്പോൾ ആ ഇല്ലം ഗുരുവായൂർ ദേവസ്വം അവകാശികളില്ലാതെ ആയത് കാരണം ഗുരുവായൂർ ദേവസ്വം ഏറ്റെടുത്ത് നന്നായിട്ട് നടത്തി കൊണ്ടുപോകുന്നുണ്ട്. അതിന് വേണ്ട അറ്റകുറ്റപ്പണികളെല്ലാം ചെയ്ത് അവിടെ നന്നായിട്ട് തന്നെ ആ ഇല്ലം ഇപ്പോഴും ഉണ്ട് അവിടെ. അതിന് 500 വർഷത്തിലധികം പഴക്കം ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. സന്താനഗോപാലവും അതുപോലെ ജ്ഞാനപ്പാനയാണല്ലോ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളത് പൂന്താനത്തിൻ്റെ രചനകളിൽ. ജ്ഞാനപ്പാനയും സന്താനഗോപാലവും 108 ഹരിയും ഒക്കെ അവിടെ ഇരുന്നിട്ടാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത്. പിന്നെ പൂന്താനം ഉടലോടെ സ്വർഗത്തിൽ പോയി എന്നാണല്ലോ നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. ആ സ്ഥലം അവിടെ പൂമുഖത്തിൻ്റെ അടുത്ത് തന്നെ മുറ്റത്ത് വലത്ത് ഭാഗത്തായിട്ട് അടയാളപ്പെടുത്തിയിട്ടുമുണ്ട്. എനിക്കവിടെ പോയി പൂന്താനത്തിൻ്റെ ഇല്ലം കാണാനും അവിടെ ഒരു ഭാഗവത സപ്താഹത്തിൽ എല്ലാ കൊല്ലവും 2-3 കൊല്ലം പങ്കെടുക്കാനും ഒക്കെ ഉള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പൂന്താനത്തിൻ്റെ മുകളിലെ നിലയിൽ പൂന്താനത്തിൻ്റെ മുറി, അവിടെ ആ കട്ടിലും ഒക്കെ ഇപ്പോഴും ഉണ്ട്, അതുപോലെ സൂക്ഷിച്ചിട്ടുണ്ട്. കുത്തനെയുള്ള കോണിയാണ്, നല്ല ബുദ്ധിമുട്ടാണ് ആ കോണി കയറാനും, പഴയ മോഡലുള്ള കോണി. പിന്നെ ജനലാണെങ്കിൽ ജനലിന് ഒരു പ്രത്യേകതയുണ്ട്. ജനലിങ്ങനെ ഇങ്ങോട്ട് അകത്താണ് അതിൻ്റെ പാളി. അപ്പോൾ അതിങ്ങനെ ഇങ്ങോട്ട് തുറന്നു കഴിയുമ്പോൾ അത് മേശയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പാളിയാണ്. ജനൽ തുറന്നാൽ ആ പാളി മേശയായിട്ട് ഉപയോഗിക്കാം. അവിടെ ഇരുന്ന് ഒരു കസേരയിട്ടിരുന്ന് അവിടെ ഇരുന്ന് എഴുതാം. അവിടെ ഇരുന്നായിരിക്കും പൂന്താനം ഈ കണ്ട കൃതികളെല്ലാം എഴുതിയിട്ടുണ്ടാവുക എന്ന് നമുക്കിങ്ങനെ സങ്കല്പിക്കാം അല്ലേ. പൂന്താനം ഇല്ലത്തിൻ്റെ വക അങ്ങാടിപ്പുറത്ത് ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം ഉണ്ട്. ചതുർബാഹുവായ മഹാവിഷ്ണുവാണ് അവിടെ പ്രതിഷ്ഠ. പൂന്താനം വാഴ്ത്തുന്ന വാമപുരാധീശൻ ഇതാണ് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അതല്ലാതെ പൂന്താനത്തിൻ്റെ ഇല്ലത്തിൻ്റെ അടുത്ത് ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം വേറെയുണ്ട്. ഗൃഹസ്ഥാശ്രമം തുടങ്ങിയിട്ട് ഒരുപാട് നാളായിട്ടും വേളി കഴിഞ്ഞിട്ടും ഒരുപാട് നാളായിട്ടും സന്താനങ്ങളുണ്ടാവാതെ ഇങ്ങനെ സങ്കടപ്പെട്ട് ഇരിക്കുമ്പോൾ വ്രതാനുഷ്ഠാനത്തോടെ ഗുരുവായൂരപ്പനെ ഭജിച്ചിട്ട് സന്താനഗോപാലൻ പാന രചിച്ചു. അങ്ങനെയാണ് ഭഗവാൻ അനുഗ്രഹിച്ച് ഒരു ഉണ്ണി ഉണ്ടായത്. ആ ഉണ്ണി ആരുടെയോ അശ്രദ്ധ കൊണ്ട് ഈ ഇഹലോകവാസം വെടിയാനും കാരണമായി. അങ്ങനെ ആ സംഭവം പൂന്താനത്തിനെ വിരക്തനാക്കി എന്നാണ് പറയുന്നത്. ആ സമയത്ത് എഴുതിയതാണ് ജ്ഞാനപ്പാന. അത് നമുക്ക് വായിച്ചാലും മനസ്സിലാവും. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ വേറെ വേണമോ മക്കളായി എന്ന് അതിൽ ചോദിക്കുന്നുണ്ടല്ലോ. ആ ഒരു സങ്കടം കൊണ്ട് എഴുതിയതാണ് എന്ന് നമുക്ക് മനസ്സിലാവും അത് വായിക്കുമ്പോൾ. പിന്നെ വയസ്സായി കഴിഞ്ഞപ്പം മുടങ്ങാതെ എല്ലാ മാസവും തിങ്കൾ ഭജനത്തിന് പോകാറുള്ള പൂന്താനത്തിന് വയസ്സായി കഴിഞ്ഞപ്പോൾ
പോവാൻ പറ്റാതെയായി. അത് സങ്കടമായി. അപ്പോൾ അന്നത്തെ കാലത്തൊന്നും വാഹന സൗകര്യങ്ങളൊന്നും ഇങ്ങനെ ഇല്ലല്ലോ. അപ്പോൾ നടന്ന് വേണം പോവാൻ. അപ്പോൾ ഗുരുവായൂരപ്പനെ ഒരു അസുഖം വന്ന് ഇങ്ങനെ കിടക്കുമ്പോൾ ഗുരുവായൂരപ്പനെ പൂന്താനം ഇങ്ങനെ കേശാദിപാദം പദാതികേശം വർണ്ണിച്ച് സ്തുതിച്ചു അത്രേ. അപ്പോൾ ഗുരുവായൂരപ്പൻ പ്രത്യക്ഷപ്പെട്ടു. ഇനി എന്നെ കാണാൻ ഇവിടെ തന്നെ പാർത്ത് പ്രാർത്ഥിച്ചാൽ മതി എന്ന് അരുളി ചെയ്തു എന്ന് പറയണു. അങ്ങനെ ഭഗവാനെ പ്രത്യക്ഷമായിട്ട് കണ്ട സ്ഥലത്ത് തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിന് അല്പം വടക്കായിട്ടാണ് പൂന്താനം പണിയിച്ച ക്ഷേത്രമാണ് ഇടത്തുപുറം, അല്ലെങ്കിൽ വാമപുരാധീശ ക്ഷേത്രം എന്നാണ് പറയണത്. മഹാകവി ഉള്ളൂരിൻ്റെ വിജ്ഞാനദീപിക എന്നൊരു പുസ്തകത്തിൽ പൂന്താനം ഇല്ലത്തിൻ്റെ വടക്കിനി തന്നെയാണ് ഈ വാമപുരം എന്നും പറയുന്നുണ്ട്. ഇല്ലങ്ങൾ നാലുകെട്ടിൽ വടക്കിനി ഉണ്ടാവും, അവിടെ തേവാരവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ വടക്കിനി തന്നെയാണ് ഇടത്തുപുറം അല്ലെങ്കിൽ വാമപുരം എന്ന്. വാമം എന്ന് പറഞ്ഞാൽ ഇടത്ത് ഭാഗമാണല്ലോ. അപ്പോൾ അതാണ് ഇടത്തുപുറം എന്നാണ് ഉള്ളൂർ പറയണത്. ഈ വാമപുരേശനെയാണ് പൂന്താനം സ്തുതിക്കുന്നത് എന്നും ഉള്ളൂരിൻ്റെ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. പൂന്താനം അതിമനോഹരമായിട്ട് ഭാഗവതം വായിച്ചിരുന്നു അത്രേ. അപ്പോൾ അത് എല്ലാവർക്കും നല്ലൊരു ഇതായിരുന്നു. പൂന്താനം എല്ലാവരെയും കവച്ച് വെച്ച് പൂന്താനം അതിമനോഹരമായിട്ട് വായിക്കും. അപ്പോൾ കൊട്ടിയൂരമ്പലത്തിൽ സപ്താഹം വായിക്കാൽ അല്ലെങ്കിൽ ഭാഗവതം ഇരുന്ന് വായിക്കാറുണ്ട് പൂന്താനം. അപ്പോൾ കൊട്ടിയൂരപ്പനും ഭഗവതിക്കും അത് വലിയ ഇഷ്ടമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു ഇത് പറഞ്ഞാൽ എന്താണ്, ഒരു ദിവസം കർഹിച്ചിത് അധ്യായം വായിച്ചിട്ട് അവിടെ അടയാളവും വെച്ചിട്ട് പൂന്താനം പോയി. ആ കർഹിച്ചിത് അധ്യായം എന്ന് പറയുന്നത് കൃഷ്ണനും രുക്മിണിയും കൂടി ഒരു സൗന്ദര്യപ്പിണക്കം ഉണ്ടാവുന്ന അധ്യായമാണ് ശ്രീമദ് ഭാഗവതത്തിലെ 60-ാമത്തെ അധ്യായം. ഒരു ചെറിയൊരു സൗന്ദര്യപ്പിണക്കം ആണ് അത്. വായിച്ചിട്ട് അവിടെ മയിൽപ്പീലി അടയാളം വെച്ച് പോയി ഇത്രേ. പിറ്റേ ദിവസത്തേക്ക് പോയി അവിടെ വായിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം വന്ന് നോക്കുമ്പോൾ പിന്നെയും മയിൽപ്പീലി ഈ 60-ാം അധ്യായത്തിലിരിക്കുന്നുണ്ട്. അപ്പോൾ മാറിപ്പോയതായിരിക്കും എന്ന് വിചാരിച്ച് പൂന്താനം വീണ്ടും ആ ഭാഗം എടുത്തു. ആ കർഹിജിത് അധ്യായം തന്നെ വായിച്ചിട്ട് തുടർന്നു. അത് കഴിഞ്ഞ് ആ തുടർന്ന് നിർത്തിയ സ്ഥലത്ത് മയിൽപ്പീലി പിന്നെ അടയാളം വെച്ചിട്ട് പോയി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വന്നപ്പോഴും ഈ കർഹിജിത് അധ്യായത്തിൽ ഈ 60-ാം അധ്യായത്തിൽ തന്നെ മയിൽപ്പീലി പിന്നെയും അവിടെ തന്നെ ഇരിക്കണം. അപ്പോൾ പൂന്താനത്തിന് തോന്നി ഇത് ആരോ എന്നെ കബളിപ്പിക്കുകയാണ് എന്ന്, ആരോ എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇത് മാറ്റി വയ്ക്കുകയാണ് എന്ന് തോന്നിയിത്രേ. അപ്പോൾ ആ അധ്യായം വായിക്കാതെ തലേ ദിവസം നിർത്തി വെച്ചിടത്തു നിന്ന് വായിക്കാൻ തുടങ്ങി. അപ്പോൾ അന്ന് രാത്രി കൊട്ടിയൂരപ്പൻ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയണു. കൊട്ടിയൂരപ്പൻ വന്നിട്ട് പറഞ്ഞു അത്രേ, ആ അധ്യായം കർഹിജിത് അധ്യായം വായിച്ച് കേട്ട് മതിയാവണില്ല പൂന്താനം, ഞാൻ തന്നെയാണ് അടയാളം മാറ്റി വെച്ചത് എന്ന് കൊട്ടിയൂരപ്പൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു എന്നാണ് പറയണത്. അപ്പോൾ ഒരു ദിവസം ഭാഗവതം മുഴുവനും വായിച്ച് പുസ്തകം അമ്പലത്തിൽ വെച്ച് കൊട്ടിയൂർ അമ്പലത്തിൽ വെച്ചിട്ട് പോയി ഇത്രേ പൂന്താനം. പിറ്റേ ദിവസം പുസ്തകം എടുത്തിട്ട് തിരിച്ചു പോരാൻ തുടങ്ങുമ്പോൾ അവിടെ കൊട്ടിയൂരപ്പൻ ഇരുന്നിട്ട് ഭാഗവതം വായിക്കണത്രേ. കർഹിജിത് അധ്യായം വായിക്കുകയാണത്രേ. അപ്പോൾ അത് മുഴുവൻ വായിച്ചു കഴിഞ്ഞപ്പം ഭഗവതി പറഞ്ഞത്രേ, ശ്രീപാർവതി പറഞ്ഞത്രേ, വായനയൊക്കെ നന്നാവുന്നുണ്ട്, പക്ഷേ ഭാഗവതം ഭക്തി വിഷയവും ഭാഗവതം വായിക്കാനും പൂന്താനത്തിൻ്റെ അത്രയും പറ്റണില്ല. പൂന്താനം തന്നെയാണ് മീതെ, ഭഗവാനേക്കാളും നന്നായിട്ട് പൂന്താനാണ് വായിക്കണതെന്നാണ് ശ്രീപാർവതി പറഞ്ഞത്. അങ്ങനെയാണ്
അപ്പോൾ അങ്ങനെ ഈ പൂന്താനത്തിന് കർഹിജിത് ഭട്ടതിരി എന്നൊരു പേരും കിട്ടിയിത്രേ. കർഹിജിത് അധ്യായം വായിച്ച് കർഹിജിത് ഭട്ടതിരി എന്ന പേരും വന്നു അത്രേ. പിന്നെ നമുക്കറിയാവുന്ന കഥകൾ ഒരുപാടുണ്ട്. മങ്ങാട്ടച്ഛൻ വന്നിട്ട് പൂന്താനത്തിനെ രക്ഷിച്ചതും അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. അതുപോലെ ഒരു കഥ സന്താനഗോപാലം പാന എഴുതുമ്പോൾ അതിൽ കുട്ടികളെ കൊണ്ടുവരാൻ വേണ്ടി വൈകുണ്ഠത്തിലേക്ക് അർജുനനും അതുപോലെ കൃഷ്ണനും കൂടി പോകുന്നുണ്ടല്ലോ. അപ്പോൾ ഈ വൈകുണ്ഠത്തിൽ ചെന്നിട്ടുള്ള കഥ എഴുതാൻ എങ്ങനെയാണ്, വൈകുണ്ഠം കാണാതെ എങ്ങനെയാണ് ഇപ്പോൾ വൈകുണ്ഠത്തെ പറ്റി ഒരു ഇത് എഴുതുക എന്നിങ്ങനെ മനസ്സിൽ വല്ലാതെ ഇങ്ങനെ ഒരു ഈശലുണ്ടായി. അപ്പം ഭഗവാനോട് പ്രാർത്ഥിച്ചു അത്രേ, ഇത് വൈകുണ്ഠം ഒന്ന് നന്നായിട്ട് വിവരിക്കാൻ സാധിക്കണേ, അത് എങ്ങനെ എഴുതും അതൊന്ന് മനസ്സിലാക്കി തരണേ എന്നൊക്കെ പ്രാർത്ഥിച്ചു അത്രേ. അപ്പോൾ അന്ന് രാത്രി ഉറക്കത്തിൽ 2 ദ്വാരപാലകന്മാർ വന്നിട്ട് അദ്ദേഹത്തെ വൈകുണ്ഠത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അത്രേ. അവിടുത്തെ എല്ലാ അത്ഭുതങ്ങളും എല്ലാം കാണിച്ചു കൊടുത്തു. സന്താനഗോപാലത്തിൽ ഇണ്ടലന്നിയെ ഞാൻ കണ്ടൊരത്ഭുതം കണ്ടവർക്കിതാ ഞാൻ ഒന്നു കൂപ്പുന്നേൻ എന്നൊരു വരിയുണ്ട്. അത് ഈ ദ്വാരപാലകരെ ഉദ്ദേശിച്ചാണ് എന്നാണ് പറയണത്. തലേന്ന് രാത്രിയിൽ അതിഭയങ്കരമായിട്ടുള്ള കാറ്റും മഴയും ഒക്കെ ഉണ്ടായപ്പോൾ പൂന്താനത്തിൻ്റെ ഇല്ലത്തിൻ്റെ വടക്കേ മുറ്റത്തുള്ള 2 പ്ലാവുകൾ മറിഞ്ഞ് വീണിരുന്നു അത്രേ. അപ്പോൾ പൂന്താനത്തിൻ്റെ ഭാഗവതം പാരായണം, ഇല്ലത്തിരുന്ന് ഭാഗവതം പാരായണം ചെയ്യണത് കേട്ട് മോക്ഷം കിട്ടിയതാണത്രേ ആ പ്ലാവുകൾക്ക്. അവരാണത്രേ ആ ദ്വാരപാലകന്മാർ, ആ നിന്നിരുന്നവരാണത്രേ. അപ്പോൾ ആ ഭാഗവത പാരായണം കേട്ട് ഈ പ്ലാവുകൾക്ക് മോക്ഷം കിട്ടി എന്നാണ് പറയണത്. അവരാണ് ദ്വാരപാലകരായി വന്നിട്ട് പൂന്താനത്തിനെ കൂട്ടിക്കൊണ്ടുപോയി ആഗ്രഹപ്രകാരം വൈകുണ്ഠത്തിൽ കൂട്ടിക്കൊണ്ടുപോയത്. അവിടെ ഇരുന്നിട്ടും ഇവരുടെ ആഗ്രഹപ്രകാരം, ഈ ദ്വാരപാലകന്മാരുടെ ആഗ്രഹപ്രകാരം വൈകുണ്ഠത്തിലിരുന്നിട്ടും പൂന്താനം ഭാഗവതം വായിച്ചു എന്നാണ് പറയണത്. അത്രയും ഭാഗ്യം ചെയ്ത ഒരു ജന്മമായിരുന്നു. ഒരിക്കൽ അതികഠിനമായിട്ട് ഇതുപോലെ വസൂരി ബാധിച്ചു. അപ്പോൾ ഘനസംഘം എഴുതി, അത് അംബാസ്തുതി, ഘനസംഘം അംബാസ്തുതി എന്നും പറയും. തിരുമാന്താംകുന്നിൽ അമ്മയെ ആണ് സ്തുതിക്കുന്നത് ഈ ഘനസംഘത്തിൽ. അങ്ങനെ ഘനസംഘം രചിച്ച് ഈ ദീനത്തിൽ നിന്ന് മോചിതനായി എന്നും പറയുന്നു. പിന്നെ ഈ വില്വമംഗലം സ്വാമിയാരുടെ ശ്രീകൃഷ്ണ കർണാമൃതത്തിൽ സംസ്കൃതത്തിലാണല്ലോ ശ്ലോകങ്ങൾ, എന്നാൽ പൂന്താനത്തിൻ്റേത് മലയാളത്തിലാണ്. എന്നാലും നമുക്ക് അതിലെ ചില കഥകൾ നമുക്ക് മനസ്സിലാവാതെ വരും. വില്വമംഗലം രാസക്രീഡയ്ക്കാണ് ശരിക്കും വില്വമംഗലം പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്, രാസക്രീഡയ്ക്കാണ്. അത് പൂന്താനത്തിൻ്റേതാവുമ്പോൾ ഭാഗവതത്തിൽ അവതാരം മുതലുള്ള കഥകളാണ് പൂന്താനം പറഞ്ഞിരിക്കുന്നത്. അത് ഭാഗവതത്തിലെ ദശമസ്കന്ധം, ഭാഗവതത്തിലെ ഭഗവാന്റെ ലീലകൾ സംക്ഷിപ്തമായിട്ട് ഈ ശ്ലോകങ്ങളിൽ പറഞ്ഞിരിക്കുകയാണ്. ഈ കഥയുടെ ഒരു കണ്ടൻറ്റ്, അതുപോലെ തത്വചിന്ത, നാമോച്ചാരണത്തിൻ്റെ മാഹാത്മ്യം എന്നീ 3 കാര്യങ്ങൾ ഇതിൽ പ്രാധാന്യം കൊടുത്തിട്ട് രചിച്ചിട്ടുണ്ട്. ഇത് ഭാഗവതാമൃതവും നാമാമൃതവുമാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. ഇതിലെ എല്ലാ ശ്ലോകങ്ങളും ഹൃദയസ്പർശികളാണ്. സംസ്കൃതം അറിയാത്തവർക്കും ഭാഗവതം പോലുള്ള വലിയ ഗ്രന്ഥങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ നേരമില്ലാതെ സാധിക്കാത്തവർക്കും ഒരു ലഘുകൃതിയായിട്ട് ഈ ഭാഗവതത്തിലെ രസം രുചിക്കാൻ പാകത്തിന് ഭക്തിസാന്ദ്രമായിട്ട് കോർത്തെടുത്തൊരു മാല പോലെ ഉള്ള ശ്ലോകങ്ങളാണ് ഈ ശ്രീകൃഷ്ണ കർണാമൃതം, ഭാഷാകർണാമൃതം എന്നും പറയും പൂന്താനത്തിൻ്റെ ഈ രചനയിലുള്ളത്. ഒന്ന് രുചിച്ച് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി വേണം എന്നൊരു മോഹം വരുമല്ലോ, അല്ലേ? അപ്പോൾ ഭാഗവതവും ഒന്നെടുത്ത് നോക്കാനും ഇത് കേൾക്കുന്നവർക്ക് തോന്നും എന്ന് പൂന്താനം ഉദ്ദേശിച്ചിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. ഇതിൽ ഈ ഭാഷാകർണാമൃതത്തിൽ
169 പദ്യങ്ങളാണുള്ളത്. അതിൽ 119 എണ്ണവും ഭാഗവത സംഗ്രഹമാണ്. ബാക്കി 50 ശ്ലോകങ്ങൾ നാമജപ മാഹാത്മ്യം പറയണതും ആണ്. അപ്പോൾ ഇതിൽ പൂന്താന സർവസ്വം എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്. അതിൽ ഇതിനെ ആദ്യത്തെ 119 ശ്ലോകങ്ങളെ ലീലാമൃതം എന്നാണ്, ലീലാമൃതം എന്നും അടുത്ത 50 ശ്ലോകങ്ങളെ നാമാമൃതം എന്നും രണ്ടാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. നമുക്ക് ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ ആദ്യത്തെ ശ്ലോകം, ലീലാമൃതം എന്ന ഭാഗത്തിലെ ആദ്യത്തെ ശ്ലോകം, ഇത് രചിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് പൂന്താനം നടത്തിയ ഒരു പ്രാർത്ഥനയാണ്. ആ ഒരു ശ്ലോകം നോക്കി നിർത്താം. ബാക്കി നമുക്ക് തുടർച്ചയായിട്ട് പിന്നീടുള്ള ദിവസങ്ങളിൽ, ഒന്നിടവിട്ട ദിവസങ്ങളിൽ കേൾക്കാം. കർണാമൃതം വാമപുരാധിവാസിൻ നിന്നാൽ മതം കിഞ്ചന ഭാഷയായി ഞാൻ എന്നാൽ വരും വണ്ണമുദാരകീർത്തേ ചൊന്നാലതും പ്രീണനമായി വരേണം. ആദ്യം തന്നെ വാമപുരാധിവാസനെ ആണ് പ്രാർത്ഥിക്കുന്നത്. വാമം എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞതുപോലെ ഇടത് ഭാഗം. ഇതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നിന്നാൽ മതം എന്നുവെച്ചാൽ അവിടുന്ന് മലയാള ഭാഷയിലാണ് ഞാൻ ഈ ശ്ലോകങ്ങൾ രചിക്കുന്നത്. എന്നാൽ വരും വണ്ണം കിഞ്ചന ഭാഷയായി ഞാൻ, എന്നാൽ എൻ്റെ കഴിവനുസരിച്ച് കുറച്ച് വല്ലതും ഞാൻ മലയാള ഭാഷയിൽ ചൊല്ലണത്. എന്നുവെച്ചാൽ മലയാള ഭാഷ എന്ന് പ്രത്യേകിച്ച് പറയണത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ശ്രേഷ്ഠമായിട്ടുള്ള സംസ്കൃതം ഭാഷയിൽ അനവധി പേര് ഭഗവാനെ സ്തുതിച്ച് എഴുതുന്നുണ്ടല്ലോ അല്ലേ. മേൽപ്പത്തൂരും ഒക്കെ ഒരുപാട് ബൃഹത് ഗ്രന്ഥങ്ങൾ പലതും ദേവഭാഷയിലാണ്, സംസ്കൃതത്തിലാണ്. എനിക്ക് അത്ര ചാതുര്യമൊന്നുമില്ല. ഞാൻ ഒരു എളിയ മലയാള ഭാഷയിൽ ചൊല്ലുന്ന കാര്യം അങ്ങേക്ക് പ്രീണനമായി, അങ്ങേക്ക് സന്തോഷമായിട്ട് വരണേ. ഉദാരകീർത്തേ, ശ്രേഷ്ഠമായ കീർത്തിയോടുകൂടിയവനെ, അവിടുത്തേക്ക് പ്രീണനമായി വരേണം എന്ന്, അവിടുത്തെക്കുറിച്ചുള്ള സ്തുതിയായി സ്വീകരിക്കപ്പെടണേ. കഴിവുള്ള ഒരുപാട് പേര് അങ്ങയെ ഒരുപാട് നല്ല നല്ല കീർത്തനങ്ങൾ കൊണ്ടും സംസ്കൃതത്തിലുള്ള ശ്ലോകങ്ങൾ കൊണ്ടും ഒക്കെ സ്തുതിക്കുന്നുണ്ട്. എനിക്കതിനുള്ള കഴിവില്ല. എന്നാലും ഞാൻ ഈ മലയാള ഭാഷയിൽ ചൊല്ലുന്ന കീർത്തനങ്ങൾ അവിടുത്തേക്ക് സ്തുതിയായി സ്വീകരിക്കണേ എന്ന് എളിമയോടെ താഴ്മയോടെ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് പൂന്താനം ഈ ശ്ലോകത്തിൽ ചെയ്യണത്. അടുത്ത ദിവസം നമുക്ക് ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ ആദ്യത്തെ ശ്ലോകം ചൊല്ലാം. ഇത് ആദ്യത്തെ ശ്ലോകം എന്ന് ഇതിനെ പറയാം. ഈ ഇപ്പം ചൊല്ലിയ ശ്ലോകം ആദ്യത്തേതാണോ എന്ന് ചോദിച്ചാൽ ആദ്യത്തെ ശ്ലോകം ഒരു പ്രാർത്ഥനയാണ്. അടുത്തത് അക്കമ്പൂണ്ടഷ്ടമി രോഹിണി ഒരുമ കലർന്നൊരു നാൾ അർദ്ധരാത്രവും എന്ന് തുടങ്ങുന്നതാണ് ആദ്യത്തെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ ശ്ലോകം. അത് നമുക്ക് അടുത്ത ദിവസം കേൾക്കാം. എല്ലാവരും എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കേട്ട് കഴിഞ്ഞാൽ ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഒക്കെ തരണമെന്ന് ഒരു അപേക്ഷ കൂടിയുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എടുത്ത് കേൾക്കാനും എളുപ്പമാവും. അങ്ങനെ എന്തായാലും അടുത്ത ദിവസം കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.